പല സ്ഥലങ്ങളിലായിട്ടും ജോലി ചെയ്തു, പല സ്ഥലങ്ങളിലായിട്ടും. ഇതാണ് യാത്ര ചെയ്യാനുള്ള കറക്റ്റ് സമയം, എനിക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള സമയം ഇതാണെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ജനുവരി 1 വീട്ടിൽ നിന്ന് പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 170 രൂപയും പിന്നെ ഒരുപാട് സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, അതായത് ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് അത്രയും അധികം വലിയ ആൾക്കാർ വന്നിരുന്ന് സംസാരിച്ച് പോയ ഒരു ചെയറിൽ എന്നെപ്പോലെ ഒരു തുടക്കക്കാരൻ വന്നിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വേദികളിലും പല ഫെസ്റ്റിവൽസിനും പോകുമ്പോഴും സാറ് എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ട്രാവൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. നമുക്ക് പല സ്ഥലത്ത് പോകാൻ നമ്മൾ കുറേ നാൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഏത് വണ്ടിയിൽ പോകണം, ഏത് ഡ്രസ്സ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര രൂപ അതിന് എക്സ്പെൻസ് ആയിട്ട് വരും എന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ആ പൈസ നേരത്തെ കൂട്ടി സ്വരൂപിച്ച് വെച്ച് അങ്ങനെ ട്രിപ്പ് പോകുന്നവരായിരിക്കും നമ്മളിൽ ഒരുവിധം ഭൂരിഭാഗം ആൾക്കാരും. പക്ഷേ പെട്ടെന്നൊരു തീരുമാനത്തിൽ ട്രിപ്പ് പോയി. എവിടേക്കാണ്? കാശ്മീരിലേക്ക്. അങ്ങനെ കാശ്മീരിലേക്ക് ഒരു യാത്ര പോയി തിരിച്ചു വന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. യെസ്, ദിസ് ഇസ് മി KP. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഫോർത്ത് വേൾഡ്. നമുക്ക് സ്റ്റോറീസ് ഓഫ് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് തൃശ്ശൂരുകാരുടെ അഭിമാനമായ അല്ലെങ്കിൽ ആമ്പല്ലൂരുകാരുടെ സ്വന്തം മണിമുത്തായിട്ടുള്ള നിതിനാണ്. ടീബ്രോ എന്നറിയപ്പെടാനായിരിക്കും നിതിന് ഏറ്റവും കൂടുതൽ താല്പര്യം. എന്തായാലും വെൽക്കം ടു ദി ഷോ. ഹായ് നിതിൻ. 2021 ജനുവരി 1 നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അന്നത്തെ ഡേയിൽ ഇങ്ങനെ നമ്മൾ കാശ്മീരിലേക്ക് പോകാൻ ഒരു തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ അതിനെ ഹിന്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ട്രിഗർ പോയിന്റ് എന്തായിരുന്നു? ട്രിഗർ പോയിന്റ് എന്ന് പറയാനായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ സിനിമ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 8ാം ക്ലാസ്സിലൊക്കെയാണ് സിനിമ ചെയ്യണം, ഫിലിം മേക്കിംഗ് പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം പ്ലസ് ടുവിന് ശേഷം ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ തൃപ്പൂണിത്തുറയിലായിരുന്നു. അപ്പോൾ ഡെയിലി തൃശ്ശൂരിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിനിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടും, ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ ഞാൻ ട്രെയിനിലൂടെ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ എൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ പോലെയാണ് എനിക്ക് അപ്പോൾ ആ സമയത്ത് ഫീൽ ചെയ്യാറ്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഒരു 17ാം വയസ്സിലെല്ലാം ഞാൻ ചിന്തിച്ചു, അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്തായാലും സിനിമയും യാത്രയും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല സ്റ്റോറീസ് കിട്ടും, ഒരു നല്ല അനുഭവങ്ങൾ കിട്ടും. അപ്പോൾ ആ ഒരു വയസ്സിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചു. അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലായിട്ടും ജോലി ചെയ്തു, പല സ്ഥലങ്ങളിലായിട്ടും. അങ്ങനെ ലാസ്റ്റ് ടൈം വർക്ക് ചെയ്യണത് ഒരു റെസ്റ്റോറൻറ്റിൽ ചായ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ആളായിട്ടാണ്. അങ്ങനെ വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ സിനിമ എന്നുള്ളൊരു ഭ്രാന്ത് മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊരു അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് സോണി സൈബർനെറ്റിൻ്റെ ഒരു ക്യാമറയൊക്കെ വാങ്ങി. അങ്ങനെ ക്യാമറ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കോവിഡിൻ്റെ ഫസ്റ്റ് ലോക്ക്ഡൗൺ 15 ദിവസം എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ 15 ദിവസം എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തു. പിന്നെ അത് കുറേ മാസങ്ങളോളം നീണ്ടു. അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ച് ഇതാണ് യാത്ര ചെയ്യാനുള്ള കറക്റ്റ് സമയം, എനിക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള സമയം ഇതാണെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് സൈക്കിളും പോകണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളും പോകുമ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റ്, വളരെ ബഡ്ജറ്റ് കുറവിൽ യാത്ര ചെയ്യാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോകാം. പതിയെ നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്മളെ ബൈക്കിലൊക്കെ പോകുമ്പോൾ എഞ്ചിനാണല്ലോ, പക്ഷെ നമ്മുടെ സൈക്കിളിൻ്റെ എഞ്ചിൻ നമ്മളാണ്. അപ്പോൾ നമ്മൾ പതിയെ സ്ലോലി എക്സ്പ്ലോർ ചെയ്ത് പോകണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ പലരുടെ അടുത്തും പുതിയ പല ഗിയർ സൈക്കിളൊക്കെ കടായിട്ട് ചോദിച്ചു കുറച്ച് മാസത്തേക്ക് എനിക്ക് പോകാനായിട്ട്. നെയ്ബേഴ്സിന്റെ അടുത്തും പിന്നെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ. അപ്പൊ ആരും അങ്ങനെ തരാൻ റെഡി ആയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനിയൻ യൂസ് ചെയ്യാൻ പഠിക്കുന്ന, അവൻ +2 പഠിക്കുന്നത്. അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്യാൻ പഠിക്കുന്ന ഒരു പഴയ സൈക്കിൾ ഹെർക്കുലീസിന്റെ അതവിടെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന കണ്ടു. അപ്പൊ അതെടുത്ത് പോവാന്നാണ് മനസ്സിൽ ചിന്തിച്ചു. അപ്പൊ അതെടുത്ത് പോകാന്നുള്ള തീരുമാനമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മളെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഫുഡാണ്. അപ്പോൾ ഫുഡിന് പൈസ എങ്ങനെ കണ്ടെത്തും ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ലൈക്ക് നമ്മൾ ചെയ്തിരുന്ന ജോലി ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ട്രാവൽ ചെയ്തുവിടാന്ന ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം വർക്ക് ചെയ്തത് ചായ ഉണ്ടാക്കുന്ന ആളായിട്ട്. അങ്ങനെ ചായ എന്നുള്ളൊരു ഘടകം റെസ്റ്റോറൻറ്റിലായിരുന്നു വർക്ക് ചെയ്യണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ചായ എന്നുള്ളൊരു ഘടകം വന്നു. അപ്പോൾ ചായ വിറ്റിട്ട് പോവാന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഇത് വന്നത് ഡിസംബർ 25 ക്രിസ്മസിന് ശേഷമാണ് ഇത് എന്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ആകെ 5 ദിവസമുള്ളൂ. അപ്പൊ എന്റെ മനസ്സിലൂടെ ഒരു തീരുമാനം എടുത്തു, ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും ജനുവരി 1 ഇറങ്ങണം. അതായത് ന്യൂ ഇയറിന്റെ അന്നൊരു പുതിയൊരു ആരംഭം, പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ ന്യൂ ഇയറിന്റെ അന്ന് തന്നെ ഇറങ്ങണം എന്ന് മനസ്സിൽ ചിന്തിച്ചു. 5 ദിവസമുള്ളൂ. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് OLX ഈ ക്യാമറ വിൽക്കാനുള്ള ആഡ് ഇട്ടു. ക്യാമറ 7,000 രൂപയ്ക്ക് ആ ക്യാമറ വിറ്റു. ആ ക്യാമറ വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് ടെന്റ്, സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ സ്റ്റൗവ്, ചായ ഉണ്ടാക്കാനുള്ള, പിന്നെ സൈക്കിള് ടയറും ട്യൂബും ഇതൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ പോവാനുള്ള
ചായ ഉണ്ടാക്കാനുള്ള സൈക്കിളിനുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു. ആ 7,000 രൂപയിൽ അതൊക്കെ കവർ ചെയ്തു. അങ്ങനെ ജനുവരി 1 വീട്ടിൽ നിന്ന് പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 170 രൂപയും പിന്നെ ഒരുപാട് സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് 170 കയ്യിൽ പിടിച്ച് ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങി തിരിക്കുമ്പോൾ വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പോകണ്ട, ഇത് ശരിയാവില്ലേ, ഇതൊക്കെ പ്രാക്ടിക്കൽ ആവോ എന്നൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചു? ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവരുടെ അടുത്ത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴാണ് അവർ തന്നെ അറിഞ്ഞത് ഇങ്ങനെ ഞാനൊരു വലിയൊരു സംഭവം പോവാണെന്നുള്ളത്. ലാസ്റ്റ് ഡേ ഒക്കെ ആവാ മീൻസ് തിരിച്ചു വരുമ്പോഴോ? അല്ലല്ല, ഐ മീൻ ഞാൻ ട്രാവൽ ചെയ്യണേക്കാളും ഒരു 2 ദിവസം മുന്നാണ്, സ്റ്റാർട്ട് ചെയ്യണേക്കാളും 2 ദിവസം മുന്നാണ് അറിയണത് ഇങ്ങനെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്നവർക്കറിയാം. അപ്പോൾ അവർ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നവർക്കറിയാം. അപ്പോൾ പിന്നെ വേറെ അവർക്കൊരു ഓപ്ഷൻ ഇല്ല. ലാസ്റ്റ് ടൈം അവർക്ക് മനസ്സിലായി കാശ്മീരിലേക്ക് എന്തായാലും പോവും, മനസ്സിലായി. അപ്പോൾ അവർ വിചാരിച്ചു ഇവൻ പകുതിക്ക് വെച്ച് നിർത്തി പോന്നോളും, അനുഭവിച്ചു വന്നോളും എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ഞാൻ സ്റ്റൗ വാങ്ങാനൊക്കെ പോയപ്പോഴും അച്ഛനൊക്കെ ആയിരുന്നു സ്റ്റൗ വാങ്ങാനും പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനും. രാത്രി, അതായത് ഡിസംബർ 31 നമ്മൾ ഇത് രാത്രി തന്നെ ഇത് പാക്ക് ചെയ്യാൻ, അതായത് സൈക്കിളും ഇത് സാധനങ്ങളൊക്കെ വെച്ച് കെട്ടണമല്ലോ, ഈ കെറ്റിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ രാത്രി തന്നെ ഇത് വെച്ച് കെട്ടലൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ ഒന്നും റെഡി ആവുന്നില്ല. ഫുൾ, അതായത് എന്റെ മനസ്സിൽ 12 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ ആയിരുന്നു, അതായത് ഡിസംബർ 31 നൈറ്റ്. പക്ഷെ ഇതൊന്നും കിട്ടി, അതായത് ആദ്യം കുറച്ച് ഐറ്റംസ് കെട്ടി വെക്കും, ലഗേജ് ഒക്കെ. പക്ഷെ അന്നൊരു സൈക്കിൾ ചവിട്ടുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, അതായത് ഇങ്ങനെ ഷിവർ ചെയ്തോണ്ടിരിക്കുക ഹാൻഡിൽ, അതായത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും ഒക്കെ കുറച്ച് സാധനങ്ങൾ വർക്ക് എന്നിട്ട് വീണ്ടും കിട്ടും. അങ്ങനെ ഒരു 3 മണി വരെയൊക്കെ ഇതന്നെ. അതായത് കുറെ സാധനങ്ങൾ നമ്മള് ആ സമയത്ത് നമുക്കൊരു ഐഡിയ ഇല്ല, നമ്മളൊരു പ്രൊഫഷണൽ സൈക്ലിസ്റ്റ് അല്ല. അത് കാരണം കൊണ്ട് തന്നെ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം എന്തൊക്കെ എടുക്കണ്ട എന്നുള്ളത് ഒന്നും അറിയില്ല. നമ്മുടെ കണ്ണി കണ്ടതൊക്കെ കയറ്റി വെച്ച്, കുറെ ജീൻസും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ച്, പിന്നെ പല സാധനങ്ങളും കുറച്ചു. പിന്നെ അപ്പൊ ഞാൻ വിളിച്ചു, അങ്ങനെയാണെങ്കിൽ പുലർച്ചെ ഇറങ്ങാന്നുള്ള രീതിയിൽ കുറച്ചേരം കിടന്നു തുടങ്ങി. അങ്ങനെയാണ് പുലർച്ചെ ഇറങ്ങിയത്. അങ്ങനെ സൈക്ലിസ്റ്റ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഒരു റോൾ മോഡൽ എന്ന് പറയാനൊക്കെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെ ഇല്ല. നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. സൈക്ലിംഗ്, നമ്മളിത് ഫുൾ സൈക്കിളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് എന്തായിരിക്കും ഈ ജേണി എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മൾ അറിയത്തില്ല. ശരി, അനിയൻ +2 പഠിക്കണേന്ന് പറഞ്ഞല്ലോ. അനിയൻ എങ്ങനെയായിരുന്നു ഇതിന് ഒരു സപ്പോർട്ടായിരുന്നോ, അല്ലെങ്കിൽ അനിയൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയോ, അല്ലെങ്കിൽ ഇത് ശരിയാവോ ഇത് ഓക്കെ ആവോ എന്നൊക്കെ ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ സംഭവം, അതായത് ഡിസംബർ ക്രിസ്മസിന്റെ അന്ന് ആണ് ഈ സംഭവം തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം എന്റെ മനസ്സിലേക്ക് ചായ എന്നുള്ളൊരു ഘടകം വന്നപ്പോൾ ഞാൻ അനിയന്റെ അടുത്താണ്, ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടനിയന്മാരുണ്ട്. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാടാ ഞാൻ ഇങ്ങനെ പരാതി ചിരിച്ചു. പിന്നെ ഞാൻ സീരിയസ് ആണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അവരായിരുന്നു എന്റെ സപ്പോർട്ട്. പിന്നെ വീട്ടുകാരെ അറിയുന്നവരെ ഇവരായിരുന്നു എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ട് പോലും ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പൊ പിന്നെ അവർ സപ്പോർട്ടായിരുന്നു. അപ്പൊ ഒരു റെഫറൻസും ഇല്ല, അതായത് TV അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ബുക്സ് ഏതിന്നും ഒരു റെഫറൻസും എടുക്കാണ്ടാണ് നമ്മളില് യാത്ര സ്റ്റാർട്ട് ചെയ്യണതല്ലേ? അപ്പൊ പേടി ഉണ്ടായിരുന്നില്ലേ? പേടി തോന്നിയിട്ടില്ല ഇത് എന്താവും, അല്ലെങ്കിൽ വഴിയിൽ സ്റ്റക്ക് ആവോ, അങ്ങനെ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് പേടി ഉണ്ടായിരുന്നില്ലേ. പക്ഷെ എനിക്ക് അങ്ങനൊരു ബോധമില്ലാത്ത കാരണം കൊണ്ടായിരിക്കാം, എനിക്ക് അങ്ങനെ ചിന്ത ഇതുവരെ വന്നിട്ടില്ല. നിതിൻ എന്ന് വിളിക്കാനാണോ അല്ലെങ്കിൽ ടീബ്രോ എന്ന് വിളിക്കാനാണോ കൂടുതൽ ഇഷ്ടം? സത്യം പറഞ്ഞാൽ യാത്രയ്ക്ക് ശേഷം ടീബ്രോ എന്ന് വിളിക്കുന്നത് ഭയങ്കര സന്തോഷം. യാത്രയ്ക്ക് ശേഷമാണോ ടീബ്രോ എന്നൊരു പേര് വന്നത്, അല്ലെങ്കിൽ ടീബ്രോ എന്തായിരുന്നു, അല്ലെങ്കിൽ ടീബ്രോന്റെ പിന്നിലുള്ള ഇത് പ്ലാൻ ചെയ്തപ്പോ തന്നെ ടീബ്രോ എന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ ചായ വിറ്റ് പോവാന്നുള്ളൊരു ഐഡിയ മനസ്സിലേക്ക് വന്നപ്പോ ഞാൻ അതിനൊരു പേര് കണ്ടെത്തുന്ന ഞാൻ കുറെ ചിന്തിച്ചു. അങ്ങനെ ഒടുവിലാണ് ടീബ്രോ എന്നുള്ളൊരു പേര് കിട്ടിയത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ എനിക്ക് അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ലൈക്ക് അങ്ങനെ ആക്റ്റീവ് ഒന്നും വരുന്നില്ല, ആകെ ഒരു 500 ഫോളോവേഴ്സ് അങ്ങനെ എന്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഓൾറെഡി ഇങ്ങനെ ആ അക്കൗണ്ടിൽ നിന്ന് കളഞ്ഞ് പുതിയൊരു അക്കൗണ്ട് എടുത്തു. അങ്ങനെയാണ് പോകുന്നതിന് മുൻപ് അങ്ങനെയാണ് ടീബ്രോ എന്നുള്ള പേരിട്ട്, അതായത് പോകുന്ന സ്റ്റാർട്ടിങ്ങിലാണ് ടീബ്രോ എന്ന് പേരിട്ട് അക്കൗണ്ട് തുടങ്ങിയത്. ശരി, ടീബ്രോ എന്ന് പേരിട്ട് കഴിഞ്ഞ് നമ്മൾ അതൊരു ബ്രാൻഡ് നെയിമായി ചിന്തിച്ച് പിന്നെയാണല്ലോ ഒരു ഷോപ്പ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഷോപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാൻ മനസ്സിൽ കണ്ടിട്ടാണോ മുൻകൂട്ടി അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം പോലെ ടീബ്രോ എന്നൊരു പേരിട്ടത്? മുൻകൂട്ടി മനസ്സിലുണ്ടായിരുന്നു ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ. ഒന്നാമത്തെ കാരണം ലൈക്ക് എനിക്ക് ഒരുപാട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, ട്രാവൽ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം, സിനിമ ചെയ്യണം, ഫിലിം മേക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ്,
സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം മൗണ്ട് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കണം. സ്റ്റേബിൾ മാത്രമല്ല, 35 ലക്ഷം വേണം എവറസ്റ്റ് കയറാനായിട്ട്, സബ്മിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിന് മൗണ്ടനറിങ് കോഴ്സ് ചെയ്യണം. കോഴ്സ് ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ ബേസിക് ആയിട്ടുള്ള മൗണ്ടനറിങ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫണ്ട് കണ്ടെത്തണം. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തതിന് ശേഷം, വന്നതിന് ശേഷം ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിനിമയൊക്കെ ഉണ്ട്, പക്ഷെ അതല്ലാതെ സിനിമ ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യും എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഈ ടീബ്രോ വെച്ചിട്ട് തന്നെ, ഈ ബ്രാൻഡ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു ഷോപ്പ് തുടങ്ങി അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഇനിയുള്ള യാത്ര ചെയ്യാന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ടീബ്രോ എന്നുള്ള കട ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു ബ്രാൻഡ് നെയിം വരുന്നത് അങ്ങനെയാണ്. ശരി, അതിന് ശേഷം നമ്മൾ ഈ ട്രാവൽ ചെയ്ത് കാശ്മീർ വരെ ട്രാവൽ ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ നെയ്ബേഴ്സ് ആയാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും എന്തെങ്കിലും ഒരു താരപരിവേഷം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അപ്രോച്ച് ഉണ്ടായിരുന്നോ? ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ അങ്ങനെ പോയി വന്നല്ലോ എന്നുള്ളൊരു എക്സ്പെക്റ്റ് ആയിരുന്നു. ഇപ്പൊ നെയ്ബേഴ്സ് ഒക്കെ ആണെങ്കിലും പ്രായമായ അമ്മമാരൊക്കെ എന്നെ കാണുമ്പോൾ ലൈക്ക് അവിടെ തൊഴിലുറപ്പിന് പോകുന്ന ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ പോകുമ്പോൾ അവര് ലൈക്ക് തൊഴിലുറപ്പിന് പോകുമ്പോൾ എൻ്റെ അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ലൈക്ക് ഫോൺ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഗുജറാത്തിലൊക്കെ വെച്ചിട്ട് ഇവരെ കോൾ ചെയ്യാറുണ്ട്. അപ്പൊ അമ്മ തൊഴിലുറപ്പിന്റെ ഇടയിൽ അമ്മാമ്മ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഫോണിൽ സംസാരിക്കും. അപ്പം പല അമ്മമാരും എൻ്റെ അടുത്ത് എന്നെ കണ്ണെന്ന് വിളിക്കും. അപ്പൊ കണ്ണ എവിടെ എത്തി, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ വെച്ചിട്ട് തൊഴിലുറപ്പിലത്തെ എല്ലാവരും അമ്മമാർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ശരി, അതിന് മുന്നേ, അതായത് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നതിന് മുൻപും പിൻപും എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്തോ? ഉണ്ട്. ഇപ്പോ ആൾക്കാർ എന്നെ കുറച്ചൊരു എക്സ്പെക്റ്റോട് കൂടിയാണ് കാണുന്നത്. കുറച്ചുകൂടെ സ്നേഹം കൂടുതലാണ്. ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, അത് ഇങ്ങനെയൊക്കെ പോയി വന്ന ആളാണെന്നുള്ള രീതിയിലാണ് എല്ലാവരുടെ അടുത്ത് എൻ്റെ അടുത്ത് പെരുമാറുന്നത്. അതെ അല്ലെ. ശരി, ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആളാണ്? വളരെ കുറവായ ഫ്രണ്ട്സ്, വളരെ കുറവാണ്. അതെന്തോ ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ഒന്നുമല്ല. ഞാനങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഞാനങ്ങനെ എന്താ ലൈക്ക് എനിക്ക് ഈ സ്മോക്കിംഗ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും തീരെ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിൽ പോയാൽ നമ്മൾ അങ്ങനെ ആവുന്നല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതിൽ നിൽക്കാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ ഞാൻ കുറച്ച് മാറ്റി നിർത്താൻ കുറച്ച് ഗ്യാപ്പ് ഇടാറുണ്ട്. അപ്പോൾ അത് കാരണം അധികം ഫ്രണ്ട്സ് ഇല്ല. പിന്നെ അല്ലാതെ ഇപ്പോൾ സൈക്ലിങ്ങിന്റെ കുറെ ക്ലബിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പോയി വന്നതിന് ശേഷം. അതിന് മുന്നേ വളരെ കുറവായിരുന്നു, കുറച്ച് പേര് മാത്രം. അവരുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മൾ ഈ പോണ സമയത്ത്, ട്രാവൽ ചെയ്യണ സമയത്ത്? ഞാൻ സത്യത്തിൽ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പോയി ഇറങ്ങി ഫസ്റ്റ് ഡേ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോഴാണ് ആൾക്കാർ അറിയുന്നത് തന്നെ ഞാൻ പോയി എന്നുള്ളത്. ആകെ 2 എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരുത്തൻ പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ലൈക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. ഞങ്ങൾ ഇപ്പം മിണ്ടുന്നൊന്നുമില്ല. ലൈക്ക് അതെന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ആൾക്കാർ നമ്മളെ അറിഞ്ഞു തുടങ്ങി. അതിന് ശേഷം അവന് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് പോലെ, ഒരു ഈഗോ ക്ലാഷ് ഒക്കെയാണ്. അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഒക്കെ മാറി നിങ്ങൾ തമ്മിൽ സെറ്റ് ആവട്ടെ. അപ്പൊ സഫാരി ചാനലിലേക്ക് ഇന്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഒരു ഫീലിംഗ്? അപ്പോഴും എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം സഫാരി ചാനലിൽ നിന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സഫാരി ചാനലിലാണ് ഇതിന്റെ ഒരു ഡേറ്റ് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കളിയാക്കാൻ വിളിക്കണമെന്ന് ഞാൻ കോള് കട്ട് ചെയ്തു. അവർ വീണ്ടും വിളിച്ചു, സഫാരി ചാനലിൽ നിന്നാണ്, ആയാത്തിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിന്ന് കോർഡിനേറ്ററാണ് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വിശ്വാസം ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർ പറഞ്ഞു ട്രിപ്പിൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് പറയുമോ, അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് സ്റ്റുഡിയോയ്ക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരെ കുറച്ച് ട്രിപ്പിൾ ലോക്ക്ഡൗൺ കുറച്ച് ദിവസം ഉണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പം എൻ്റെ അടുത്ത് ഒരു ഡയറി എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡയറി എഴുതുന്നുണ്ട്. അങ്ങനെയാണ് ഡയറി ഒക്കെ ഒന്ന് വായിച്ച് നോക്കി, എന്തെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും വിശ്വാസം ഒന്നും വന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടാണ് എനിക്ക് വിശ്വാസം വന്നത്. ആളെ കണ്ടിട്ട്, കോർഡിനേറ്ററെ കണ്ടതിന് ശേഷമാണ് എനിക്ക് വിശ്വാസമായത് ഇവര് തന്നെയാണ് വിളിച്ചതെന്ന്. കാരണം ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം ആ ഒരു കാര്യത്തിൽ, അതായത് അത്രയും അധികം വലിയ ആൾക്കാർ വന്നിരുന്ന് സംസാരിച്ച് പോയ ഒരു ചെയറിൽ എന്നെപ്പോലെ ഒരു തുടക്കക്കാരൻ വന്നിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു യാത്രയാണ്. ആ യാത്രയുടെ എക്സ്പീരിയൻസ് പറയാനായിട്ട് ഒരുപാട് വലിയ ആൾക്കാർ വന്നിരുന്ന് സംസാരിച്ച സ്ഥലത്ത് എനിക്ക് ഇരിക്കാൻ പറ്റിയത് വലിയൊരു ലക്കാണ്. സന്തോഷ് സാറിനെ കാണാൻ പറ്റിയിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല, അന്ന് കാണാൻ പറ്റിയിരുന്നില്ല. കാരണം അന്ന് പുള്ളിക്കാരൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കായിരുന്നു ലോക്ക്ഡൌൺ സമയത്ത്. ടൈമിൽ. ഓക്കെ.
അപ്പം അന്ന് കാണാൻ പറ്റിയിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഇവിടെ കഴിഞ്ഞ വർഷത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ സാറിന് പോയി കണ്ടിരുന്നു. അപ്പോൾ ഞാൻ സാറിന് പോയി കാണാൻ തന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ട്, സഫാരിയിൽ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ട് അവിടുത്തെ കോർഡിനേറ്റർ പറഞ്ഞു, ഇത് സാറിനെ കാണിച്ചിട്ട് സാറിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമായിരിക്കും ഇത് ടെലികാസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിശ്വസിച്ചു. അപ്പം ഇനി എന്തായാലും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടെലികാസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടും പല വേദികളിലും പല ഫെസ്റ്റിവൽസിനും പോകുമ്പോഴും സാറ് എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതായത് പലരും എനിക്ക് അയച്ചു തരാറുണ്ട്, അതായത് നിന്നെ കുറിച്ചാണ് പറയുന്നത്. കാരണം പറയണത് ഇതാണ്, ഇങ്ങനെ സായി വിറ്റിട്ട് ഒരു പയ്യൻ പോയിട്ടുണ്ട്, അവന് പൈസ ഒന്നും ഇല്ലാണ്ടാണ് പോയതെന്നും പല വേദികളിലും എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ അറിയുന്നു. അപ്പം ഞാൻ സാറിനെ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി സാറിനെ കണ്ടു. സാറിന് എന്നെ എന്തായാലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിങ്ങനെ പേര് പറഞ്ഞു ഓ നീയാണോ എന്നൊക്കെ പറഞ്ഞു. സാറെന്നെ എൻ്റെ ഷോൾഡറിലൊക്കെ തട്ടി സുഖാണോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം അത്രയും വലിയൊരു നമ്മുടെയൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ സാറെന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, സാറിനെ മനസ്സിലാക്കുന്നുണ്ട്, പല വേദികളിൽ എന്നെ കുറിച്ച് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുപോലെ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഡയറക്ടർ ടോമി മട്ടി എന്ന് പറഞ്ഞിട്ട്, മറ്റേ മെക്സിക്കൻ ഭാരത ധർമ്മജൻ, പിന്നെ ഒരു തമിഴിലൊരു എന്താ DOP, നമ്മുടെ എന്താ സിനിമാറ്റോഗ്രാഫർ, അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൈൽഡ്ഹുഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ട്രാവൽ ചെയ്തതിന് ശേഷമുള്ള കഥകളാണ്. നമുക്ക് ചെറുപ്പകാലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? പഠിച്ചതൊക്കെ എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പുറമ്പോക്കിൽ ഓലപ്പുരയിലായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേരൻസ് സെപ്പറേറ്റഡ് ആണ്. എനിക്കൊരു എന്നെ പ്രസവിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പേരൻസ് സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ രണ്ടുപേരും വേറെ വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതിലുള്ളതാണ് ഈ 2 അനിയന്മാർ. പക്ഷെ ഞാൻ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പം നമ്മൾ ഒരു 7th വരെ നമുക്ക് വീടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ 7th സ്റ്റാൻഡേർഡ്, ഞാൻ 7th പഠിക്കുമ്പോഴാണ് തോന്നുന്നു നമുക്ക് പഞ്ചായത്തിന്റെ വക കുറച്ച് സ്ഥലമൊക്കെ കിട്ടിയിട്ട് നമ്മൾ വീട് വയ്ക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ താമസിക്കുന്നത് അമ്മയുടെ കൂടെ? ഇപ്പോൾ അമ്മയുടെ കൂടെ, അതായത് അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ നോർമലി ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രിങ്ക്സ്, സ്മോക്ക്, അതിനോട് വെറുക്കാൻ തന്നെ ഒരു കാരണം നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ കല്ലൂർ പ്രദേശത്ത് ഏറ്റവും വലിയ കുടിയൻ എൻ്റെ അച്ചാച്ചനായിരുന്നു. അപ്പൊ നമ്മൾ ഈ ചെറുപ്പം മുതലേ ഈ സംഭവങ്ങളൊക്കെ കണ്ടു വളർന്ന കാരണം കൊണ്ട് തന്നെ അതിനോടൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചെറുപ്പകാലമാണ് നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനോടൊരു വെറുപ്പ് ആ സമയം കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു താല്പര്യം ഇല്ലാത്തത്. അതൊരു തരത്തില് നല്ലൊരു കാര്യമാണ്. സാധാരണ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരാൾക്കും ഇല്ലാത്തൊരു കാര്യം. ഇപ്പൊ എല്ലാവരും ഡ്രിങ്ക്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും ഭയങ്കര അഡിക്റ്റഡ് ആണല്ലോ. അങ്ങനെ ഒരു പിന്നെ ഇപ്പൊ പേരൻസിന് ഒരു വോയിസ് ഇല്ല എന്നെ എന്താ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടും. പക്ഷെ അവർക്ക് എന്നെ ഒരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ എവിടെ പോയാലും ഏത് കൂട്ടുകെട്ടിൽ ചെന്നാലും ഞാൻ ഇങ്ങനെയൊന്നും പോവില്ല, അല്ലെങ്കിൽ ലഹരി അല്ലെങ്കിൽ സ്മോക്ക് ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് അവർക്കൊരു ഉറപ്പുണ്ട്. സോ അപ്പൊ അത് കാരണം കൊണ്ട് അച്ഛനും അമ്മയുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ശരി, ഇതിനിപ്പോ ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം അവര് വിളിച്ചിരുന്നോ? അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് വേറെ ഭാര്യയും വൈഫൊക്കെ ഉണ്ട്, അവിടെ വേറെ മക്കളൊക്കെ ഉണ്ട്. അവിടെ 2 അനിയത്തിമാരും അനിയനുണ്ട്, പാലക്കാടാണ് അവര്. അപ്പൊ അവരായിട്ട് കോണ്ടാക്ട് ഇല്ല. ഐ മീൻ അതിനുശേഷം ഞാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ആയിരുന്നു ലൊക്കേഷൻ. അപ്പൊ അന്നാണ് അവസാനമായിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം അവരൊന്നും ഒരു കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെയാണ് അമ്മയൊക്കെയാണ് കോണ്ടാക്ട്. ഇവിടെ അനിയന്മാരാണെങ്കിലും നല്ല സപ്പോർട്ടാണ്.